വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് 15-ാം അധ്യായത്തിൽ യേശുവിൻ്റെ വിചാരണ, ക്രൂശീകരണം, മരണം, സംസ്കാരം എന്നിവ വിവരിക്കുന്നു. പുലർച്ചെ തന്നെ മഹാപുരോഹിതരും മൂപ്പന്മാരും യേശുവിനെ റോമാ ഗവർണർ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നു. യേശു നിരപരാധിയാണെന്ന് പീലാത്തോസ് മനസ്സിലാക്കിയിട്ടും പീലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുവാൻ തീരുമാനിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചതിനു ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. സൈനികർ യേശുവിനെ പരിഹസിച്ച് രാജകീയ വസ്ത്രം ധരിപ്പിച്ച് മുൾക്കിരീടം ചൂടിക്കുന്നു. ഗാഗുൽത്തായിൽ യേശുവിനെ ക്രൂശിക്കുന്നു. അവർ അവനെ ക്രൂശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. മഹത്വത്തിൻ്റെ കുരിശിൻ്റെ മേൽ യൂതന്മാരുടെ രാജാവ് എന്ന് എഴുതി അവനെ പരിഹസിക്കുന്നു. പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു. അതിനുശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വീതത്തിന് കുറിയിട്ടു. ഉച്ചയ്ക്ക് ശേഷമുള്ള മണിക്കൂറുകളിൽ ദേശമാകെ അന്ധകാരം പടരുന്നു. 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലോയ് ഏലോയ് ലാമാ സബക്താനി, അതായത് എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ കീറപ്പെടുന്നു. ദൈവത്തിലേക്കുള്ള വഴി ഇപ്പോൾ എല്ലാവർക്കും തുറന്നു എന്ന പ്രതീകമാണ് ഇവിടെ കാണുന്നത്. ഒരു റോമാ ശതാധിപൻ യേശുവിനെക്കുറിച്ച് ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നുവെന്ന് സാക്ഷ്യം പറയുന്നു. വൈകുന്നേരം അരിമത്തേക്കാരനായ ജോസഫ് പീലാത്തോസിനോട് അനുവാദം വാങ്ങി യേശുവിൻ്റെ ശരീരം അടക്കം ചെയ്യുന്നു. അവനെ സംസ്കരിച്ച സ്ഥലം മഗ്ദലന മറിയവും യോസയുടെ അമ്മയായ മറിയവും കണ്ടു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.